നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടിവിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം തന്നെ ആറ്റുകാൽ പൊങ്കാലയെ കുറിച്ചാണ് പറയാനുള്ളത്. ഈ ആറ്റുകാൽ പൊങ്കാല എല്ലാ വർഷവും സ്ത്രീകളുടെ ശബരിമല എന്ന വിശേഷണത്തിൽ ലക്ഷക്കണക്കിന് സ്ത്രീകൾ തലസ്ഥാനത്തേക്ക് ഒഴുകുന്നു. അവർ പൊങ്കാലയിടുന്നു. അതില് കലാകാരികളുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, IAS ഓഫീസർമാർ വരെയുണ്ട്. അങ്ങനെയുള്ള ദശലക്ഷക്കണക്കിന് സ്ത്രീകൾ തിരുവനന്തപുരത്തേക്ക് ഒഴുകി അവിടെ പൊങ്കാലയിട്ട് മടങ്ങുന്ന ഒരു കാഴ്ച അത് കേരളത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്, അല്ലെങ്കിൽ തിരുവനന്തപുരത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. അത് ഗിന്നസ് ബുക്കിൽ വരെ വന്നിട്ടുണ്ട് ഈ ആറ്റുകാൽ പൊങ്കാലയെ കുറിച്ച്. നമ്മുടെ നാട്ടിലെ ഒരു വിശ്വാസത്തെ ആരും കുറ്റം പറയുന്നില്ല. അന്ധവിശ്വാസങ്ങളെയാണ് നമ്മളെപ്പോഴും കുറ്റം പറയുന്നത്. ഈ ദശലക്ഷക്കണക്കിന് സ്ത്രീകളൊക്കെ വരുന്ന തിരുവനന്തപുരത്ത് ഇന്നലെ ഒരു സംഭവം നടന്നു. അതും പൊങ്കാലക്കിടയ്ക്കാണ്. അത് ഒന്ന് കാണാം. കണ്ടായിരുന്നോ? ഇത് രായാവ് എഴുന്നള്ളയാണ് കവടിയാർ കൊട്ടാരത്തിന് മുന്നിൽ നിന്ന്. തിരുവനന്തപുരത്ത് പൊങ്കാലയോടനുബന്ധിച്ച് പാളയം ക്രിസ്ത്യൻ പള്ളിയും പാളയത്തം മോസ്കും അവിടുത്തെ അമ്പലവും അവിടുത്തെ പാർട്ടി ഓഫീസുകളുടെ വാതിലുകളും സ്കൂൾ കോളേജുകളുടെ വാതിലുകളും എല്ലാം തുറന്നിടുമ്പോൾ ആകെ അടഞ്ഞു കിടക്കുന്നത് കവടിയാർ കൊട്ടാരത്തിന്റെ ഗേറ്റുകൾ മാത്രം. രായാവ് അതിനകത്താണല്ലോ ഉള്ളത്. അതുകൊണ്ട് രായാവ് എഴുന്നള്ളണം. രായാവ് എഴുന്നള്ളുമ്പോ പ്രജകളൊക്കെ അകന്നു നിൽക്കണം. കേരളത്തിൽ ഇപ്പൊ 2 രായാക്കന്മാരുണ്ടോ എന്ന ആൾക്കാർക്ക് ഒരു സംശയമുണ്ട് കേട്ടോ. അത് ആരൊക്കെയാണെന്ന് നിങ്ങൾ തന്നെ ഊഹിച്ചോളൂ. ഒന്ന് ഈ രായാവും, ഒന്ന് വേറൊരു രായാവും. അങ്ങനെ രാജാക്കന്മാരുടെ ഒരു മഹാസമ്മേളനം തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നടന്നു. അങ്ങനെ ഇവർ എഴുന്നള്ളുമ്പോ തണ്ണിമത്തനും തണുത്ത വെള്ളവും ഐസ് ക്യൂബ് ഇട്ട നാരങ്ങ വെള്ളവും ഒക്കെ ആയിട്ട് മോസ്കുകളും പള്ളികളും സ്കൂളുകളും എല്ലാം കാത്തു നിൽക്കുമ്പോ കവടിയാർ കൊട്ടാരത്തിന്റെ ഗേറ്റുകൾ മാത്രം അടച്ചിട്ട് ഈ പൊങ്കാല കാണാൻ എഴുന്നള്ളുന്ന രായാവിനെ ആളുകൾ വാനോളം പുകഴ്ത്തുന്നു. ആ കൂടെ നടക്കുന്ന അടിമകളെങ്കിലും ഒന്ന് ആലോചിക്കണം. രാജഭരണമൊക്കെ കഴിഞ്ഞിട്ട് വർഷങ്ങളായി, കാലങ്ങളായിട്ടും ഇപ്പോഴും രായാവിനെയും രായാവിന്റെ കൂടെയുള്ള ആളുകളെയും ഒക്കെ എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്നത് അപഹാസ്യമാണെന്ന് ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും.